എറണാകുളത്ത് പറവൂരിൽ ഈ കുറുവ സംഘത്തിന്റെ സാന്നിധ്യം ആണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മോഷണം നടന്ന വീടുകളിൽ ഇന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കും. ഇതുവരെ 7 വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താനാണ് ശ്രമം. അഞ്ജലി ശ്രീജിതരാജ് ചേരുന്നുണ്ട് തത്സമയം. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. ഈ പറവൂരിൽ ഇറങ്ങിയത് കുറുവ സംഘമാണ് എന്നൊരു വിലയിരുത്തലാണോ പോലീസ് ഉള്ളത്? പ്രാഥമിക അന്വേഷണത്തിൽ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് അഞ്ജലി? അതെ, തീർച്ചയായും അരുൺകുമാർ. അതായത് കുറുവ സംഘമാണ് ഈ ചേന്നമംഗലം പറവൂർ ഭാഗങ്ങളിൽ മോഷണം നടത്തിയത് എന്ന സംശയത്തിലാണ് പോലീസുമുള്ളത്. എന്നാൽ ഇത് പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഇന്നലെ ആ ഭാഗങ്ങളിലെല്ലാം പോലീസിന് അന്വേഷണം ഉണ്ടായിരുന്നു. ഇന്നും ആ വീടുകളിലും പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടാതെ 7 വീടുകളിൽ ഇത്തരത്തിൽ കുറുവ സംഘം മോഷണത്തിനായി എത്തിയെന്ന സംശയമാണുള്ളത്. പക്ഷേ 10 വീടുകളിലോളം മോഷണം നടത്തിയിട്ടുണ്ട്, അവിടെയൊക്കെ കുറുവ സംഘം എത്തിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതുവരെയും കുറുവ സംഘമാണെന്ന രീതിയിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സമാനമായ കുറുവ സംഘത്തിന്റെ സമാനമായിട്ടുള്ള മോഷണ രീതിയാണ് ഈ ചേന്നമംഗലം പറവൂർ ഭാഗങ്ങളിലും കണ്ടിട്ടുള്ളത്. അതായത് ഇവർ വീടിന്റെ പിന്നാമ്പുറത്ത് എത്തി അവിടെ കുത്തി തുറന്നാണ് ഉള്ളിലേക്ക് കടക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് ഈ പറവൂർ ഭാഗങ്ങളിലുള്ള വീടുകളിലും ഉള്ളത്. ഈ 2 വീടുകളിലുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവർ അതായത് ഷർട്ടിടാതെ മുണ്ടു മാത്രം ധരിച്ച് ശരീരത്തിൽ മൊത്തം എണ്ണ തേച്ചിട്ടുള്ള ഒരു രൂപമാണ് ഇവരെ CCTVയിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുറുവ സംഘമാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നത്. നാട്ടുകാരെല്ലാം വലിയ ആശങ്കയിലാണ്. കൂടാതെ അവിടെ പെട്രോളിംഗും നൈറ്റ് പെട്രോളിംഗ് എല്ലാം ഭാഗമായി പോലീസ് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. എന്നാൽ കുറുവ സംഘമാണ് അന്വേഷണം നടക്കുന്നത്, അതായത് മോഷണം നടത്തിയതെന്നുള്ളതിന്റെ സ്ഥിരീകരണം എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് DYSP മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയുന്നത്. കൂടാതെ ഈ ആലപ്പുഴ ഭാഗത്തും ഇത്തരത്തിലുള്ള ഒരു മോഷണ രീതി സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ കുറുവ സംഘമാണെന്ന നിലയിൽ കബളിപ്പിച്ചുകൊണ്ടുള്ള മോഷണം നടത്താനായിരിക്കും ശ്രമിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ കുറുവ സംഘമാണെങ്കിൽ ഒരിക്കലും ഈ മോഷ്ടിച്ച സ്ഥലത്ത് നിന്നും ഒന്നും കൊണ്ടുപോകാതെ ഇരിക്കില്ല. അവർ എന്തായാലും ഏത് കടുത്ത അതായത് ആളുകളെ മർദ്ദിച്ച് അല്ലെങ്കിൽ വധിക്കുക വരെ ചെയ്തിട്ട് മോഷണം നടത്തുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. പക്ഷേ ഈ 2 മോഷണം നടത്തിയ വീടുകളിലൊന്നും മോഷണം നടത്തി അതായത് ഒന്നും കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരിക്കലും കുറുവ സംഘം മടങ്ങില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരാണ് മോഷണം നടത്തിയതെന്ന് ഉറപ്പിക്കാൻ കഴിയാതെ പോലീസ് വീണ്ടും അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 10 വീടുകളിലോളം ഇത്തരത്തിൽ കുറുവ സംഘം എത്തിയെന്ന സംശയമാണ് അവിടെയുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ 3 വീടുകളിൽ ഇത്തരത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനമാണ് പോലീസ് നമ്മോട് വ്യക്തമാക്കുന്നത്. കൂടാതെ 7 വീടുകളിലോളമാണ് പോലീസ് ഇന്നലെയൊക്കെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഇന്നും കൂടുതൽ വീടുകളിലേക്ക് അന്വേഷണം നടത്തുകയും ഈ ഭാഗങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എറണാകുളം ജില്ലയിൽ നിലവിൽ പറവൂർ ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു കുറുവ സംഘ ഭീതിയുള്ളത്. മറ്റിടങ്ങളിലേക്കൊന്നും ഒരു തരത്തിലുള്ള സംശയവും എത്തിയിട്ടില്ല. എന്നാൽ ഈ ഒരു അന്വേഷണം കാരണം ആലപ്പുഴ ഇത്തരത്തിൽ കുറുവ സംഘമാണെന്നുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ എറണാകുളം ഭാഗത്തേക്കും ഈ രീതിയിൽ ഈ ഒരു മോഷണം പരമ്പര എറണാകുളത്തും മാത്രമാണ് ഈ കുറുവ സംഘത്തെ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും കേരളം മുഴുവൻ ആളുകൾ കരുതി തന്നെ ഇരിക്കണം. പോലീസ് എത്രയും പെട്ടെന്ന് ഈ കുറുവ സംഘത്തെ പിടികൂടുക. അവർ കുറുവ സംഘമാണെങ്കിൽ ഏകദേശം അവരുടെ പ്രവർത്തന രീതിയൊക്കെ കുറുവ സംഘത്തിൻ്റെ രീതിക്കൊപ്പമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അർദ്ധരാത്രിയിൽ 12 മണി കഴിഞ്ഞ് ഒരു 3 മണി 4 മണിക്ക് ഇടയിലാണ് ഈ കുറുവ സംഘങ്ങൾ വീടുകളിലേക്ക് വിളയാടാൻ ഇറങ്ങുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അർത്ഥനഗ്നരായിട്ടായിരിക്കും വരിക. ഒന്നുകിലൊരു ട്രൗസർ മാത്രം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു മുണ്ടു മാത്രം ധരിക്കും, ഉടുപ്പ് ഇടില്ല. അവർ അർത്ഥനഗ്നരായിട്ട് ശരീരം മുഴുവൻ കരിയും ഒപ്പം എണ്ണയും വാരി തേച്ചായിട്ടായിരിക്കും വരിക. എന്തിനാ എണ്ണ തേക്കുന്നത് കയറി പിടിച്ചു കഴിഞ്ഞാൽ വഴുതി പോവാൻ. അങ്ങനെ കള്ളന്മാരെത്തുമ്പോൾ കയ്യിൽ അവർ മാരകായുധങ്ങൾ കരുതിയിരിക്കും. അവർ വീടിന് പുറത്തെത്തി പുറം വാതിലിന് സമീപത്ത് നിന്നിട്ട് മൊബൈൽ ഫോണിലോ മറ്റോ ഉച്ചത്തിൽ കൊച്ചു കരയുന്നതായിട്ടോ മറ്റ് ജീവികളുടെ ശബ്ദമോ ഒക്കെ പുറപ്പെടുവിക്കും. ഇല്ലെങ്കിൽ പൈപ്പ് തുറന്നു വിട്ടതുപോലെയുള്ള ശബ്ദം അവർ ഈ വാതിലിന് പിന്നിൽ നിന്ന് കേൾപ്പിക്കും. ഇത് കേട്ട് നിങ്ങൾ ഉണരും, വാതിൽ തുറക്കും, പെട്ടെന്ന് ആക്രമണം ഉണ്ടാവും. നിങ്ങളെ കീഴ്പ്പെടുത്തിയതിനു ശേഷം മുറിക്കുള്ളിലേക്ക് കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. തടയാൻ ശ്രമിച്ചാൽ ക്രൂരമായി ആക്രമിക്കും. അതാണ് കുറുവ സംഘത്തിൻ്റെ ഒരു രീതി. ഇപ്പോൾ ആലപ്പുഴയിൽ കണ്ടെത്തിയിട്ടുണ്ട്, ഇപ്പോൾ പറവൂരിലും കണ്ടെത്തിയിട്ടുണ്ട് ഈ കുറുവ സംഘമാണ് എന്നാണ് സംശയിക്കുന്നത്. പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അല്പം ജാഗ്രത വേണം. നിലവിൽ ആലപ്പുഴയിലും എറണാകുളത്തുമാണ് ഈ സംഘങ്ങൾ ഉള്ളതെങ്കിലും മറ്റ് ജില്ലകളിലേക്കും ഒരുപക്ഷെ വ്യാപിച്ചേക്കാം. അപ്പോൾ ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ഒരു കരുതലോടുകൂടി ഇരിക്കുക. അപരിചിതരായ ആൾക്കാരെ വിളിച്ചാൽ വാതിൽ തുറക്കാതിരിക്കുക. ഇത്തരം ശബ്ദങ്ങൾ കേട്ടാൽ നിങ്ങൾ CCTV ഉണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തുക, ആ ദൃശ്യങ്ങൾ ഉറപ്പുവരുത്തുക. അയൽപക്കത്തുള്ളവരെ കൂടി വിളിച്ചറിയിക്കുക.